നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുത്തൻപീടികയിൽ ഭാര്യ വീടിന് നേരെ ഭർത്താവിന്റെ ആക്രമണം. ജനൽ ചില്ലുകൾ തകർത്തു. സ്കൂട്ടർ തീയിട്ട് നശിപ്പിച്ചു. താന്യത്ത് ദീർഘകാല സേവനം പൂർത്തിയാക്കി വിരമിക്കുന്ന അങ്കണവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനവുമായി താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. വാർത്തകൾ തുടരുന്നു. പുത്തൻപീടികയിൽ ഭാര്യ വീടിന് നേരെ ഭർത്താവിന്റെ ആക്രമണം. ജനൽ ചില്ലുകൾ തകർത്തു. പോർച്ചിലിരുന്ന സ്കൂട്ടറിന് തീയിട്ടു. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. പുത്തൻപീടിക തണ്ടാശ്ശേരി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന തണ്ടാശ്ശേരി രാധാകൃഷ്ണന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. രാധാകൃഷ്ണന്റെ മകളുടെ ഭർത്താവായ തളിക്കുളം സ്വദേശിയാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതി. ആക്രമണം നടത്തുമ്പോൾ രാധാകൃഷ്ണന്റെ ഭാര്യയും മകളും കൊച്ചുമകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അക്രമാസക്തനായി എത്തിയ പ്രതി വീടിന്റെ ജനൽ ചില്ലകൾ അടിച്ചു തകർത്തു. തുടർന്ന് പോലീസ് എത്തുമ്പോഴേക്കും സ്ഥലത്തുനിന്ന് കടന്നുകളയുകയും ചെയ്തിരുന്നു. കട്ടൻ നീക്കി നോക്കിയപ്പോൾ കോളിംഗ് ബെല്ലടിച്ചിട്ട് കുറച്ച് നേരം നിന്നിട്ട് വാതിൽ തുറക്കാൻ പറഞ്ഞ് ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് പിന്നെ ബുള്ളറ്റുമ്മ കയറി പോയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നപ്പോൾ ഞങ്ങൾ ആ നേരത്തെ പോലീസിനെ വിളിച്ചു. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ പക്ഷെ അപ്പോഴൊന്നും അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പിന്നെ വന്നിട്ടാണ് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു. പെപ്പർ സ്പ്രേ കയ്യിലുണ്ടായിരുന്നത് അടിച്ചെങ്കിലും കൂടിയിട്ട് അത് ശരിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കടിച്ച് കൈമുറി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഈ റൂമിൻ്റെ 2 ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് പോയിട്ട് അപ്പോഴും സാറുമാരെത്തിയിരുന്നില്ല. പിന്നെ വണ്ടി എടുത്തിട്ട് പോവുക ചെയ്തത്. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാരെത്തി അവർ ഫോട്ടോ എടുക്കലൊക്കെ ചെയ്ത് ഞങ്ങൾ എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് പോയി. വീടും സ്ഥലമൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പോയി. തളിക്കുളത്തിന് വീടെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയി അന്വേഷിച്ചിട്ടാണ്. കുറേ നേരം കഴിഞ്ഞിട്ടും അവർ വിളിക്കാണ്ടായപ്പോൾ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് വിളിച്ചു സാറുമാർക്ക്. അപ്പോൾ പറഞ്ഞു അവനെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു 10 മണിക്ക് മുന്നായിട്ട് വന്നിട്ടാണ് ബുള്ളറ്റിൻ്റെ സ്വരം കേട്ടപ്പോൾ വീണ്ടും ഞങ്ങൾ ഗ്ലാസ്സിൽ കൂടെ തന്നെ നോക്കാൻ വന്നപ്പോഴാണ് അവിടെ ചെറിയ കുപ്പി കിടക്കുന്നുണ്ട്. അതിലാണ് പെട്രോൾ പിടിച്ചിട്ട് ഇതിലങ്ങോട്ട് കയറി വന്ന് വണ്ടിയുടെ ഓർമ്മ ഞങ്ങൾക്കില്ല. ഓർമ്മയിൽ നിന്ന് വിട്ടു. ഉള്ളിലേക്ക് ഒഴിക്കാനാ വരുന്നെന്നുള്ള ഇതിൽ ഞങ്ങൾ നീങ്ങി അങ്ങോട്ട് പോയിട്ട് നിന്നു. പക്ഷെ അവിടെ പിള്ളേരുകളും എല്ലാവരുടെയും ബഹളം കേട്ടിട്ട് ഞങ്ങൾ ആ റൂമിൻ്റെ ഗ്ലാസ്സിൽ കൂടെ നോക്കിയപ്പോഴും തീയിൻ്റെ നാളം വരുന്നത് കണ്ടത്. അപ്പോഴും ഞങ്ങൾക്ക് വണ്ടിയാണ് കത്തിച്ചിരിക്കുന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ അവൻ പോയി എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഡോറ് തുറന്ന് വെള്ളം ഒഴിച്ചു. ഞാനും മോളും കൂടി വെള്ളം ഒഴിച്ച് കെട്ടു തീ. അപ്പോഴേക്കും വീണ്ടും ബുള്ളറ്റിൻ്റെ സ്വരം വടിഞ്ഞാറ ഭാഗത്തുനിന്ന് കേട്ടപ്പോൾ കയറി ഞങ്ങൾ ഡോറ് പൂട്ടി. അപ്പോൾ ഇത് കെട്ടുമെന്ന് കണ്ടപ്പോൾ വീണ്ടും ബാക്കിയുള്ള പെട്രോൾ വീണ്ടും കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് വീണ്ടും കത്തിച്ചിട്ടിട്ട് പോയി. പിന്നീട് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തിരികെ എത്തി ഇവരുടെ വീടിന് മുന്നിൽ വെച്ചിരുന്ന ഇരുചക്ര വാഹനം തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു. ഇയാൾ 10 മാസം മുൻപ് ഈ വീട്ടിൽ ആക്രമണം നടത്തിയിട്ടുള്ളതായി കുടുംബം പറയുന്നു. ഇതുകൂടാതെ യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനും കേസുകൾ ഉള്ളതായും സംഭവവുമായി ബന്ധപ്പെട്ട് തളിക്കുളം സ്വദേശി ഷക്കീറിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണെന്നും പോലീസ് പറഞ്ഞു. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർച്ചയായി 14ാം തവണയാണ് സ്കൂൾ 100% വിജയം നേടുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അന്തിക്കാട് ഡിവിഷൻ മെമ്പറും സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ KP സന്ദീപ് അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രവീൺ കാട്ടുങ്ങൽ അധ്യക്ഷനായി. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സിജോ പുലിക്കോട്ടിൽ, വാർഡ് മെമ്പർ ഷാനിബ, ഹെഡ് മിസ്ട്രസ് മിനി, സീനിയർ അസിസ്റ്റന്റ് AP ജെയ്സൺ, മാതൃസംഘം പ്രസിഡന്റ് ഷിമിത ശരത്, അധ്യാപിക സിന്ധു എന്നിവർ സംസാരിച്ചു. മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ സഫ്ന ഷെറിയെ ചടങ്ങിൽ അനുമോദിച്ചു. എത്രമാത്രം കുട്ടികളെ അവർ അവരുടെ മനസ്സിൽ ചേർത്ത് പിടിക്കുന്നു. അവരുടെ SSLC പരീക്ഷയെ സംബന്ധിച്ചുള്ള ആകാംക്ഷകൾ ഈ അധ്യാപകരുടെ മനസ്സിലാകെ ഉണ്ടായിരുന്നു. അധിക പഠനം SSLC വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായ ക്ലാസുകൾ നൽകുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചപ്പോൾ അതിൽ ഞാൻ ടീച്ചറോട് പറഞ്ഞു, മുഴുവൻ കുട്ടികൾക്കും അധിക പഠനത്തിനുള്ള എല്ലാ ചെലവുകളും ജില്ലാ പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇടപെടൽ നടത്താം. അതിനെ സംബന്ധിച്ചൊരു ആശങ്കയും ടീച്ചർക്ക് വേണ്ട. നമ്മുടെ കുട്ടികൾ
കൂടുതൽ സമയം പഠിച്ച് 100% വിജയം നേടുക എന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മുടെ 11 മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ 100% വിജയമെന്ന സ്വപ്നതുല്യമായ നേട്ടം 14ാമത് വർഷവും ആവർത്തിച്ചിരിക്കുകയാണ്. ചെറിയ കാര്യമല്ല. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനക്കളരിയുടെ ഭാഗമായി കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ കളരിപ്പയറ്റ് പ്രദർശനം സംഘടിപ്പിച്ചു. മഹാത്മാ കലാക്ഷേത്ര കളരി സംഘത്തിന്റെ സഹകരണത്തോടെ കളരി ആചാര്യൻ ഗുരു ഓമൽ ശങ്കറിന്റെ ശിഷ്യകളായ കീർത്തന, വൈഷ്ണവി എന്നിവരാണ് കളരിപ്പയറ്റ് പ്രദർശനത്തിന് നേതൃത്വം നൽകിയത്. ഇവരുടെ കീഴിൽ കളരി അഭ്യസിക്കുന്ന 30ഓളം കുട്ടികളും അണിനിരന്നു. ലൈബ്രറി പഞ്ചായത്ത് നേതൃത്വ സമിതി കൺവീനർ പി.എ. ഷമീർ, താലൂക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി.എൻ. അജയകുമാർ, എം.എം. പ്രതാപൻ, സി.എ. ജമാൽ, പി.എസ്. പ്രചോദ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെയും 5, 6, 12 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ A+ നേടിയ അഖില ജിജു, ഗൗരി പി ജ്യോതിഷ്, വിഘ്നേഷ് സജിത്, പ്രണവ് A, ആദിലക്ഷ്മി, നിവേദിത KS, സഹ്ല CM എന്നിവരെ വസതിയിലെത്തി അനുമോദിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സിദ്ദീഖ് കൊളത്തേക്കാട്ട്, റഷീദ് താന്യം, അജയൻ പറവത്ത്, ഷിബിത സലീഷ്, ശിവജി കൈപ്പുള്ളി, വിനോഷ് വടക്കേടത്ത്, രാജീവ് തൊടുപറമ്പിൽ, സലീഷ് കരിപ്പാറ, സുശീൽ ശിവാനന്ദൻ, ഗോപാലകൃഷ്ണൻ, വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ പ്രസംഗിച്ചു. താന്യം ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിവിധ സ്കൂളുകളായ ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി, സെറാഫിക് കോൺവെന്റ്, പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, അന്തിക്കാട് ഹൈസ്കൂൾ, പുത്തൻപേടിക ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെയായിരുന്നു അനുമോദിച്ചത്. നമ്മൾ വളർത്തുന്നതൊക്കെ മാതാപിതാക്കളും അതുമായി ബന്ധപ്പെട്ട ഗുരുതുല്യരായിട്ടുള്ള അധ്യാപകരും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു സഹകരണം കൊണ്ടാണ് അല്ലേ. അപ്പോൾ അവരെ ഈ സമയത്ത് ഓർക്കുക. പിന്നെ നമ്മളെ സഹായിച്ച കൂട്ടുകാരികൾ, ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും. അപ്പോൾ ഇനിയും നമുക്കറിയാം ഇന്നിപ്പോൾ സാധ്യതകളേറെയാണ്. കാരണം നമുക്ക് ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം. പണ്ട് ഞങ്ങളൊന്നും പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം നമുക്കുണ്ടായിരുന്നില്ല. എവിടേക്ക് തിരിയണമെന്ന് അറിയില്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ വേണമെങ്കിൽ +2 പൊക്കോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകാനാണ് പറയാം. അങ്ങനെയാണ് രണ്ട് സ്കീമുള്ളൂ. ഇപ്പോൾ നമുക്ക് രാജ്യാന്തര തലത്തിലുള്ള ഏത് കോഴ്സും വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാവുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ വിദേശത്ത് പോയി പഠിക്കാവുന്ന സംവിധാനമുണ്ട്. അപ്പോൾ കഴിയാവുന്നത് നമ്മുടെ നാട്ടിൽ പഠിച്ച് നല്ലൊരു ജോലി നേടാവുന്ന രീതിയിൽ, നമ്മുടെ നാട്ടിൽ തന്നെ ജോലി നേടാവുന്ന രീതിയിൽ ഉണ്ടാവുക. താന്യം ഗ്രാമപഞ്ചായത്തിൽ ദീർഘകാല സേവനം പൂർത്തിയാക്കി വിരമിക്കുന്ന അങ്കണവാടി ജീവനക്കാർക്ക് യാത്രയയപ്പും ഉപഹാര സമർപ്പണവും സോമശേഖര ക്ഷേത്ര ഹാളിൽ വെച്ച് നടന്നു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N.A. പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ഇടപെടൽ നടത്തി മുന്നോട്ട് നയിക്കാൻ തയ്യാറായി ഒരു ആത്മസമർപ്പണമാണത്. അംഗനവാടി ജീവനക്കാരെന്ന് പറഞ്ഞാൽ എല്ലാ ഉദ്യോഗമാരിയല്ല, ഒരു സമർപ്പണം കൂടിയാണ്. ആ സമർപ്പണം പഴയകാലത്തൊക്കെ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവരെ ഭക്ഷണം, ഊണ്, ഉറക്കം, ഭക്ഷണം, അതൊക്കെ എല്ലാതും ഞാനത് കൂടുതൽ അങ്ങനെ പറയുന്നില്ല, എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാപൂർവം മാതാപിതാക്കളിലും കൂടുതൽ നന്നായി അവരെ ശുശ്രൂഷിച്ച് സംരക്ഷിച്ച് 1ാം ക്ലാസ്സിലേക്കുള്ള പഠനത്തിനാവശ്യമായ പഠനം കൂടി കൊടുത്തുകൊണ്ട്, പഴയകാലത്തൊക്കെ വലിയ വലിയ വീടുകളിലെ കുട്ടികളും അംഗനവാടി തന്നെ പോവാറ്. ഇംഗ്ലീഷ് മീഡിയമൊക്കെ ഒന്ന് LKG UKG ഒക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ വ്യാപകമായി ആരംഭിച്ചിട്ടില്ല. അപ്പോൾ അത് എല്ലാ രക്ഷിതാക്കളും, ഓരോ പ്രദേശത്തുള്ള രക്ഷിതാക്കളും തൻ്റെ മക്കളെ പഠിപ്പിച്ച അംഗനവാടി ടീച്ചർമാരെയും ഹെൽപ്പർമാരെയും എപ്പോഴും എവിടെ വെച്ച് കാണുമ്പോഴും ഒരു പരിചയം പുതുക്കുന്നത് നമുക്കിപ്പോഴും കാണാം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മീനദേവി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിരമിക്കുന്ന ടീച്ചർമാരായ ഗീത KR, സുശീല TC, ശാന്ത KS എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ബ്ലോക്ക് മെമ്പർമാരായ സിജോ പുലിക്കോട്ടിൽ, TB മായ, വിനീത ബെന്നി, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ശിവരാമൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാനിബ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രതീഷ്, മെമ്പർമാരായ അജിത മോഹൻ, നളിനാക്ഷൻ, അജിത സുനിൽ, സതി ജയചന്ദ്രൻ, ഷിമ്മി, ഷൈനി, സുരേന്ദ്രൻ,
ICDS സൂപ്പർവൈസർ ഫാത്തിമ, അന്തിക്കാട് സൂപ്പർവൈസർ സൂര്യ, കൗൺസിലർ രാജി, റോസ്മേരി, അങ്കണവാടി ടീച്ചർമാരുടെ ലീഡർ സന്ധ്യ രാജു, PS ഷീന എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്.
മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. കാരമുക ചിദംബര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു നടത്തിയ ദീപപ്രതിഷ്ഠയുടെ 106ാം പ്രതിഷ്ഠാദിനം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, വിശേഷാൽ ശാന്തി ഹോമം, ഗുരുദേവ കീർത്തനാലാപനം, തുടർന്ന് ആമരിപ്പാടം ശ്രീ ഗുരുനാരായണാശ്രമം മഠാധിപതി ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമിയുടെ ധർമ്മപ്രഭാഷണം, ജപം, ധ്യാനം, മഹാഗുരുപൂജ, വിശേഷാൽ പ്രസാദവൂട്ട് എന്നിവ നടത്തി. വൈകിട്ട് ദീപാരാധന, ദീപക്കാഴ്ച എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ കൊട്ടേക്കാട്ട്, ട്രഷറർ വേണുഗോപാലൻ ചേർത്തേടത്ത്, സെക്രട്ടറി രതീഷ് കൂനത്ത് എന്നിവർ നേതൃത്വം നൽകി. മനസ്സിലായി. ഇത് പാഴ്വാക്കായി കേട്ട് ഇവിടെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ലാണ്ട് പോകരുത്. ഇവിടെ നിന്ന് കേൾക്കുന്ന ഒന്നും കളയാതെ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് നാളെയിലേക്ക് എനിക്ക് വഴികാട്ടിയാണ് ഗുരുവിന്റെ വാക്കുകളെന്ന് സ്വയം നിങ്ങൾ വിലയിരുത്തണം. എന്താ മനസ്സിലായോ? ആ സ്വയം വിലയിരുത്തലുകളാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെ ലക്ഷ്യം. ഭക്തന്മാരായിട്ട് ക്ഷേത്രത്തിന്റെ നടക്കിൽ വരുന്ന വിശ്വാസികളുടെ മനസ്സിന് എനർജി നടത്തി കൊടുക്കുകയും അവരുടെ ജീവിത ബന്ധാവിലേക്ക് സ്വയം ഒരു മാർഗം സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ക്ഷേത്രങ്ങളുടെ ലക്ഷ്യമാണ്. ഓരോ മനുഷ്യനും മനക്കരുത്തുള്ളവരായി തീരുക. പ്രതികൂല സാഹചര്യങ്ങളെ നമുക്കുള്ളൂ, ശരിയല്ലേ? എവിടെ നോക്കിയാലും പ്രതികൂല സാഹചര്യമാണ്. സമൂഹമായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, പരസ്പര ബന്ധങ്ങളും സ്നേഹങ്ങളും മറ്റുപോയ ഈ കാലഘട്ടത്തിൽ അത് നശിപ്പിക്കാതെ നിലനിർത്താനുള്ള ബുദ്ധിയും കഴിവും നമുക്ക് തരുന്നത് എനർജറ്റിക്കായിട്ട് വിചേതനത്തിലുള്ള മഹാപുരുഷന്മാരുടെ വചനങ്ങളാണ്, കൃതികളാണ്. ആ വാക്കുകൾ അത്രയും നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെട്രോൾ വില വർധനവിനെതിരെ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ CM നൌഷാദ്, സുബൈദ മുഹമ്മദ്, KV സിജിത്ത്, IP പ്രഭാകർ, VC ഷീജ, CM രഘുനാഥ്, NJ സേവ്യർ, ഷഫീന ഷബീർ അലി, VD ബിന്നി, ഫാസിൽ ജലീൽ, രാഘനാഥൻ വൈക്കാട്ടിൽ, പ്രജീഷ് പ്രഭാകർ എന്നിവർ സംസാരിച്ചു. മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തി. കടശാങ്കടവിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം കാഞ്ഞാണിയിൽ അവസാനിച്ചു. DCC സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, KB ജയറാം, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, റോബിൻ വടക്കേതല, PT ജോൺസൺ, ടോണി അത്താണിക്കൽ, വേണു കൊച്ചത്ത്, ബീന സേവിയർ, പുഷ്പ വിശ്വംഭരൻ, കവിത രാമചന്ദ്രൻ, ജോജു തേക്കാനത്ത്, ജിഷ സുരേന്ദ്രൻ, സെൽജി ഷാജു, ജിൻസി തോമസ്, CN പ്രഭാകരൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.
തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 2025-26 വാർഷിക ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 100 ദിനം പൂർത്തീകരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട 73 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗംബൂട്ട് വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം നിർവഹിച്ചു. വടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി ജോസ് കെ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹസീന താജു, ഷൈന മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെജിന രാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK സുധർമ്മൻ, ലതിക വത്സൻ, നിലേഷ് ജിത്ത്, ശ്രുതി അജിത്, ശ്രീജ സുജിത്, ഷാജു പണിക്ക വീട്ടിൽ, V മുരളീധരൻ, ഷീന സുബ്രഹ്മണ്യൻ, നൌഫൽ വലിയകത്ത്, ഷെറീന ഷഹീർ, ഷൈജ ഉദയകുമാർ, തൊഴിലുറപ്പ് AE ബിമി, ഓവർസിയർ റസീന, സവിത, പ്രസന്ന, സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കാട്ടിലും തോട്ടിലും ഒക്കെ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു സുരക്ഷയെ കരുതിയാണ് ഈ ബൂട്ട് വിതരണം നടത്തുന്നത്. ബ്ലോക്ക് തലത്തില് 100 ഡേയ്സ് കഴിഞ്ഞൊരു കുറച്ചധികം ഉണ്ടെന്ന് അറിയാം. പക്ഷേ മൊത്തം 450 ബൂട്ടാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. ഇത് ഓരോ വർഷമായിട്ട് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ നമ്മുടെ തൊഴിലുറപ്പിന്റെ MGNR ലിസ്റ്റിലുള്ള പേരൊക്കെ മാറ്റി അതിന്റെ ഘടനയൊക്കെ മാറി ജൂലൈ 1 മുതൽ അങ്ങനെ വരും. അപ്പോൾ കൂടുതൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ജോലികളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതൊക്കെ നിങ്ങളുടെ തൊഴിലുറപ്പിലെ പറഞ്ഞു തരും. നാട്ടിക സെന്ററിന് പടിഞ്ഞാറ് കുന്നത്തുള്ളി പണിക്കൻ ശശിധരൻ മകൻ അതുൽ അന്തരിച്ചു. 18 വയസ്സായിരുന്നു. അമ്മ ഷേർലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൻപീടികയിൽ ഭാര്യ വീടിന് നേരെ ഭർത്താവിന്റെ ആക്രമണം. ജനൽ ചില്ലുകൾ തകർത്തു. സ്കൂട്ടർ തീയിട്ട് നശിപ്പിച്ചു. താന്യത്ത് ദീർഘകാല സേവനം പൂർത്തിയാക്കി വിരമിക്കുന്ന അങ്കണവാടി ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനവുമായി താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.